ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു മുട്ട വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നാടൻ രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ വെളുത്തുള്ളിയും ഇഞ്ചി ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് ചേർക്കാം. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്നുകൊണ്ട് വഴന്ന് കിട്ടിയാൽ മതി. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ സവാളയൊന്ന് നന്നായിട്ട് വഴന്ന് വന്നാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് സാധാരണ മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. അപ്പോൾ ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളിൽ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഈ സമയത്ത് നമ്മളിതിലൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഗരം മസാല നമ്മൾ നേരത്തെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തുല്ലോ, ആ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ആ സമയത്ത് ചേർക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആ സമയത്ത് ഗരം മസാലയും കൂടിയും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് സെറ്റായിട്ട് വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവായിട്ടുണ്ട്. നമ്മൾ മുട്ടയിൽ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് കുറവാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുട്ട ഹാർഡായി പോകാനും അതുപോലെ തന്നെ ഇത് കരിയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ മുട്ട നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരമാണ്. അപ്പോൾ നമുക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ നാളികേരത്തിൻ്റെ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, അത് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ നാളികേരം ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, ഒരു നാടൻ സ്വാദായിരിക്കും. പിന്നെ നമ്മൾ നാളികേരമൊന്നും ചേർക്കാതെ പ്ലെയിനായിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട്, എഗ് ബുർജി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിതിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യണമെന്നില്ല, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ കറിവേപ്പിലയ്ക്ക് പകരമായിട്ട് നമുക്ക് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പക്ഷേ നാടൻ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ട് കറിവേപ്പിലയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ബുർജി പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്. ഇതിന് നമുക്ക് മസാല മുട്ടത്തോരൻ എന്നൊക്കെ പറയാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ചോറിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിലും മുട്ട ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ചൂടോട് കൂടിയിട്ട് തന്നെ അത് കഴിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറേ പേർക്കൊക്കെ അറിയുന്ന റെസിപ്പിയാണിത്. എന്നാലും അറിയാത്തവർ ചെയ്ത് നോക്കുന്ന സമയത്ത് അഭിപ്രായം അറിയിക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരിക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്